ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ഇതുവരെ എടുത്ത പോർഷൻസ് ഒക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ടോട്ടലി ചോദിക്കുന്നതാണ്. ഇവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, യൂട്യൂബിൽ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കാണും, അത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. ചോള ഡൈനാസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ, ചോളയായിട്ട് ബന്ധപ്പെട്ട്, ചോളയല്ല, ചേര ഡൈനാസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു തോന്നുന്നു സംഘമേജില്. ഓക്കെ, അത് ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആരാണ് എനിക്കറിയില്ല ചോദിച്ചത്, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ. എങ്ങനെ വന്നു, അറബ് ഇൻവേഷൻ, ടർക്കി ഇൻവേഷന്റെ ഭാഗം, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി, ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നോ? എല്ലാം ഓക്കെ ആണല്ലോ. ആ കണക്ഷൻ കിട്ടില്ല, എങ്ങനെയാണ് വന്നത് എന്നുള്ളത്, ഏത് രീതിയിലാണ് വന്നത്, എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഏത് സമയത്തും ഈ പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് ത്രെട്ട് തന്നെയാണ്. അത് കാലങ്ങളോളം അത് തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞു, ഈ ട്രൈപാർട്ടൈറ്റിസ്റ്റുകൾ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹൈലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ്. ആഫ്റ്റർ ട്രൈപാർട്ടൈറ്റിസ്റ്റുകൾ നമുക്കറിയാം ഒരുപാട് വാർ നടന്നു, വാറുകൾ അങ്ങോട്ട് കൂടെ നടക്കുകയാണ്. അതിനുശേഷം വരുന്ന ഡൈനാസ്റ്റിസ് എന്ന് പറയുന്നത് രജപുത ഡൈനാസ്റ്റി ആണ്, അല്ലെ? നമ്മൾ ഡിസ്കസ് ചെയ്തു രജപുത ഡൈനാസ്റ്റിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കോർഡിനേഷനും ഇല്ലാത്ത ഡൈനാസ്റ്റിയാണ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം, അവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ ഗസ്നിവാദും അതേപോലെ ഘോർ ഡൈനാസ്റ്റി ഒക്കെ ഡെവലപ്പായി വരുന്ന ഒരു സമയമാണ്. നമ്മൾ ഗസ്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഗസ്നിക്ക് ഒരിക്കലും ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കണമെന്നോ അവിടെ ഒരു ഡൈനാസ്റ്റി ഉണ്ടാക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞതാണ്. ഗോറിന്റെ അവസ്ഥ അതല്ല. ഗോറി ഇവിടെ വന്നു, എന്ത് ചെയ്തു, ഈ പറയുന്നത് പോലെ തന്നെ വാർ നടക്കുന്നു. ഏതാണ് വാർ? എനിവൺ? ബാറ്റിൽ ഓഫ് ടെറൈൻ. 1191 92 92ാമത്തെ വാറിൽ ശരിക്കും പറഞ്ഞാൽ ആര് ജയിക്കുന്നു? ഈ പറയുന്ന മുഹമ്മദ് ഗോറി ജയിക്കുകയാണ്. മുഹമ്മദ് ഗോറി ജയിക്കുക മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ലേവിനെ, ഓക്കെ, അദ്ദേഹം കമാൻഡർ ആണ്. സ്വതവേ ഈ പറയുന്ന രീതിയിൽ ടർക്കിഷിൽ ഒരു രീതിയുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞത് എന്നുള്ളത്. ഇവരുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്ലേവ്സിനെ എടുത്ത് വളർത്തും, എന്നിട്ട് അവരായിരിക്കും കമാൻഡേഴ്സ് ആവുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കാം? അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? കാരണം ഒരു സ്ലേവ് ആവുന്ന സമയത്ത് ഹൈലി ട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഹൈലി ട്രസ്റ്റഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ തന്നെ സ്ലേവ്സിനെ കമാൻഡേഴ്സ് ആക്കിയിട്ട് അവരെ തന്നെ കാര്യങ്ങളും ചുമതലകളും ഏൽപ്പിക്കുന്നത്. ഇതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ലോയാലിറ്റി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും, എപ്പോഴും ലോയൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാസ്റ്റേഴ്സിനോട് മാത്രമേ അവർക്ക് ലോയാലിറ്റി ഉണ്ടാവും എന്നുള്ളതായിരിക്കും മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നായക്കുട്ടികളെ വാങ്ങില്ലേ, വൺ മാസ്റ്റർ ഡോഗ് എന്ന് കേട്ടിട്ടില്ലേ? ഒറ്റ മാസ്റ്ററിന് മാത്രം അനുസരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. കൈൻഡ് ഓഫ് ഒരു ലയാലിറ്റി ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിന് എന്താണ് ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ മുഹമ്മദ് ഗോറി വാർ നടത്തുന്നു. 1993 ഐബക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്നത് പോലെ തന്നെ മറ്റൊരു വാറിന് അവിടെ പ്രിപ്പയർ ആക്കുന്നു. ഗഹഡവാലാസ് ഓഫ് കനൂജിലെ ജയചന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് ഒരു വാർ അവിടെ സെറ്റ് ചെയ്തു. ബിക്കോസ് ആ ഭാഗം ഒറ്റയടിക്ക് ആർക്ക് ചെയ്യാൻ സാധിക്കില്ല, ഈ പറയുന്ന പോലെ കുത്തബുദ്ദീൻ ഹൈബക്കിന് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബാറ്റിൽ ഓഫ് ചണ്ടേവാറിന് വേണ്ടിയിട്ട് മുഹമ്മദ് ഗോറിയെ വിളിച്ചു വരുത്തുന്നു. ആ വാറിൽ കനൂജും പരാജയപ്പെടുന്നു. അങ്ങനെ രജപുത് ഡൈനാസ്റ്റിയുടെ മേജർ ഭാഗം പരാജയപ്പെടുകയും ആ ഒരു ഭാഗം കൂടി ഡൽഹി സുൽത്താനേറ്റിന്റെ പാർട്ടിലേക്ക് എത്തുകയും ചെയ്യാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് മുഹമ്മദ് ഗോറി തിരിച്ചു പോകുന്നു. മുഹമ്മദ് ഗോറി തിരിച്ച് അവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ ടർക്കിഷ് ഇൻവേഷൻ വന്നു, ബാറ്റിൽ ഓഫ് ടെറൈൻ വന്നു, ബാറ്റിൽ ഓഫ് ചന്ദേവാർ വന്നു. ഡൽഹി സുൽത്താനേറ്റ് 1206 ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറി തിരിച്ച് അവിടെ എത്തുന്ന സമയത്ത് മുഹമ്മദ് ഗോറി മരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ആണ്. അവിടെ സംഭവിക്കുന്നത് അദ്ദേഹം മറ്റാരെയും അതിനകത്ത് പിന്മുറത്തരക്കാരനായിട്ട് എടുത്തിട്ടില്ലായിരുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നം വന്നത് 2-3 പ്രധാനപ്പെട്ട സ്ലേവ്സ് അല്ലെങ്കിൽ കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് യൽദൂസ് എന്ന് പറയുന്ന ഒരു കമാൻഡർ ഉണ്ട്, മുയിസുദ്ദീൻ എന്ന് പറയുന്ന ഒരു കമാൻഡർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ കമാൻഡർ. കുത്തബുദ്ദീൻ ഐബക്ക് ഓൾറെഡി ഡൽഹി ഭാഗത്താണ്. യൽദൂസ് ആണെങ്കിലും മൊയ്തീൻ ആണെങ്കിലും എവിടെയാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ടർക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അവിടെ മുമ്പായിട്ടുള്ള സ്ഥലത്ത്, നമ്മൾ മിൽട്ടന്റെ ഭാഗം കേട്ടിട്ടില്ല, സിന്ധ്, ആ ഭാഗത്താണ് അവർ നിൽക്കുന്നത്. ഓക്കെ, സോ അവർക്കൊരു താല്പര്യം തോന്നി. ഈ പറഞ്ഞ മുൽദൂസിനാണെങ്കിലും യൽദൂസിനാണെങ്കിലും അതായത് മൊയ്തീനാണെങ്കിലും താല്പര്യം തോന്നി, എന്തുകൂടി പിടിക്കണം, ഇന്ത്യ കൂടി പിടിക്കണം. ബിക്കോസ് ഇന്ത്യ ഇസ് ദ എന്താ പറയാ ജം എന്ന് പറയാൻ സാധിക്കാം. ഇത്രയും എമൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അക്ബറിന്റെ കാലഘട്ടത്തിലേക്ക്, മുഗൾസിലേക്ക് എത്തുന്ന സമയത്ത്, ആ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ഒരു മെർച്ചന്റ് ഉണ്ട്. ഒരു മെർച്ചന്റ് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അക്ബറിന്റെ കോർട്ട് കണ്ട് ബോധം കെട്ടുപോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരെ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അത്രയും വെൽത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ ഗസ്നി ആണെങ്കിലും ഗോറി ആണെങ്കിലും റിപ്പീറ്റ് അറ്റാക്ക് ചെയ്യുന്നു, സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അന്നത്തെ കാലത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 25% വേൾഡ് ട്രേഡ് നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ.
സോ അത്രത്തോളം വെൽത്ത് ഉണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് താല്പര്യം ഉണ്ടാവും? ഇന്ത്യ പിടിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുത്തബ്ബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ടൊരു രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയാണ് 1206 ഡൽഹി സുൽത്താൻമാർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതാണ്. അതായത് ഈ ഡൽഹി സുൽത്താനേറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും തിയറട്ടിക്കൽ ആസ്പെക്ടിലേക്ക് വരുമ്പോൾ തിയറട്ടിക്കൽ ആസ്പെക്ട് മാത്രമായിട്ട് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് 5 ഡൈനാസ്റ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 1206 മുതൽ 1526 വരെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്തിലുള്ള കാലഘട്ടത്തെയാണ് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതാണ് ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ശരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാതെ പോവും. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നാളെ നിങ്ങളോട് UPSC ചോദിക്കണം ഏറ്റവും കൂടുതൽ ഭരണം കാഴ്ചവെച്ച ഡൽഹി സുൽത്താനേറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ആ ഒരു ഓർഡർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. തുഗ്ലക് ഡൈനാസ്റ്റി വരുന്നുണ്ട്, സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസ്റ്റി വരുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റിയാണ് ഏറ്റവും അവസാനം വരുന്നത്. ഖൽജി ഡൈനാസ്റ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവ് സമയമാണ്. ഏകദേശം 30 വർഷക്കാലം മാത്രമേ ഉള്ളൂ. അതിനേക്കാളും കൂടുതലാണ് ആർക്ക് വരുന്നത്? സയ്യിദ് ഡൈനാസ്റ്റിക്ക് വരുന്നത്. അതുകൂടി നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരുന്നത് നന്നായിരിക്കും. 1414 മുതൽ 51 വരെയുള്ള കാലഘട്ടത്താണ് സയ്യിദ് ഡൈനാസ്റ്റി വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അതായത് ഓൾമോസ്റ്റ് 37 വർഷക്കാലം സയ്യിദ് ഭരിച്ചിട്ടുണ്ട്. അത്രയും കുറവാണ് ഖൽജി ഭരിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കും. അപ്പൊ നിങ്ങൾ തെറ്റിപ്പോരുത്, ഖൽജിയാണ് ഏറ്റവും കുറവ് ഭരിച്ചിട്ടുള്ള ഡൈനാസ്റ്റി. അത് മറന്നു പോരുത്. നമ്മൾ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇതൊരു CDS ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ എന്താണ് സ്വാഭാവികമായിട്ട് ഇവരുടെ ടെൻഡൻസി എന്ന് പറയുന്നത്? ഇവരുടെ ടെൻഡൻസി ഈ ഡൽഹി സുൽത്താനെ ടോട്ടലി എടുക്കുവാണെങ്കിൽ അവരെന്താണ് ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടും അതേപോലെ ഡെക്കാൻ പോർഷൻ വരെ അവരെ ചെയ്തിട്ടുണ്ട്. അവരുടെ കൾച്ചറും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. സ്ലേവ്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇത് ഓരോന്നും വരാനുള്ള ഒരു കാരണമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ലേവ് ഡൈനാസ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിനെ മംലൂക്ക് ഡൈനാസ്റ്റി എന്നാണ് അറിയപ്പെടുന്നത്. മംലൂക്ക് എന്ന് പറയുകയാണെങ്കിൽ ഖുറാനിക് ടേമിൽ സ്ലേവ് എന്നാണ് അർത്ഥം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബിക്കോസ് എന്തായിരിക്കാം? കുത്തബ്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ സ്ലേവ് ആണ്. അപ്പൊ സ്ലേവ് ആയതുകൊണ്ട് തന്നെ ഈ ഡൈനാസ്റ്റി ഹിസ്റ്റോറിയൻസ് വിളിച്ചുകൊണ്ടിരുന്നത് മംലൂക്ക് ഡൈനാസ്റ്റി എന്നുള്ള പേരിൽ തന്നെയാണ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ഓക്കെ, എന്താണ് മറ്റൊരു പേര്? കുത്ബി ഡൈനാസ്റ്റി എന്നാണ് ഇനീഷ്യൽ ഫേസിൽ പറയുന്നത്. ബിക്കോസ് കുത്തബ്ബുദ്ദീൻ ഐബക്ക് ആണ് ഇനീഷ്യൽ ഡൈനാസ്റ്റി ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൈനാസ്റ്റി തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ ഡൈനാസ്റ്റിയാണ് കുത്ബി ഡൈനാസ്റ്റി എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനാസ്റ്റീസിലെ സ്ലേവ്സ് ആണെങ്കിലും ഇവരൊരു പെർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതും കൂടി കണക്കിലെടുത്ത് ചിലപ്പോൾ ഡൈനാസ്റ്റി വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റിയിലുണ്ട്. അപ്പൊ സ്ലേവ് ഡൈനാസ്റ്റി, മംലൂക്ക് ഡൈനാസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ ഡൈനാസ്റ്റി എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഒരു ഭാഗത്താണ് അവര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഡൽഹി സുൽത്താനേറ്റ് വന്നത്. ഈ ഒരു ഭാഗം പിടിച്ചെടുത്ത കാര്യം കൂടി നമ്മൾ പറഞ്ഞു. എന്താണ്? ജയചന്ദ്രന്റെ ഭാഗമാണ്, കലൂജിന്റെ പോർഷൻ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഗുരിഡ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മൊയ്സുദ്ദീനും അതേപോലെ യാൽദൂസും ഉള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് സെയിം ആൾക്കാരാണ്. അതായത് ഗസ്നി, താജുദ്ദീൻ, യാൽദൂസും അതേപോലെ നസറുദ്ദീൻ കബാച്ച എന്ന് പറയുന്ന ആളാണ് മൊയ്തീൻ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടുപേർക്കും എന്താണ് ഈ ഒരു ഡൈനാസ്റ്റി പിടിച്ചെടുക്കണം എന്നുണ്ട്. അവരുടെ ലൊക്കേഷൻ, അവർ രണ്ടുപേരും ഇവിടുത്തെ ഗവർണേഴ്സ് ആണ്. സ്വാഭാവികമായിട്ട് എന്താണ് ഈ ഒരു സ്ഥലം കൂടി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് എമൗണ്ട് കിട്ടും, കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടും. സോ ഇവിടെ മെയിൻ ആറ്റിറ്റ്യൂഡ് അതാണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ടെൻഡൻസി വരുന്നു. പക്ഷേ ഈ പറയുന്ന കുത്തബ്ബുദ്ദീൻ ഐബക്ക് ശക്തമായിട്ട് ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നാൽ മതി. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ആർമി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ടു മെയിൻറ്റെയിനിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് കിങ്ഡം ഇൻ ദി നോർത്ത് ഇന്ത്യ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇന്ദ്രപ്രസ്ഥയായിട്ട് ഡിക്ലെയർ ചെയ്യും, ഹെഡ്ക്വാർട്ടേഴ്സ്, ആൻഡ് ഇറ്റ്സ് നിയറസ്റ്റ് ടു ഡൽഹി ഏരിയ. ഈ പറഞ്ഞ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിന്റെ പാർട്ട് തന്നെയായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ അത് തന്നെ പഠിച്ചു നോക്കണം, ഇന്ദ്രപ്രസ്ഥ എന്നുള്ളത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ ഫൈറ്റ് വരുന്നു. ഫൈറ്റിൽ അദ്ദേഹം ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുറാൻ ബാക്ഷ് എന്നുള്ള ഒരു ടൈറ്റിലും കൂടെ അദ്ദേഹം അസ്യൂം ചെയ്തെടുക്കുന്നത്. ഖുറാൻ ബാക്ഷ് എന്ന് ഖുറാന്റെ ഹെഡ് അല്ലെങ്കിൽ ഖുറാൻ പ്രചരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്കാണ് അങ്ങനെ ഒരു പേര് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഹി മെയ്ഡ് ഹിസ് ക്യാപിറ്റൽ ആസ് ലാഹോർ. സെക്കൻഡ്ലി ലാഹോറിലേക്ക് അദ്ദേഹം ക്യാപിറ്റൽ മാറ്റുന്നു. ഓക്കെ, ലാഹോർ റീജിയൻ എവിടെയാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? What is current Lahore region? Anyone? Yes. എവിടെയാണ്? പാകിസ്ഥാനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അദ്ദേഹം ആരെ തോൽപ്പിച്ചിരിക്കുന്നു? ഈ പറയുന്ന
യാക്കൂബിൻ യൽദൂസിനെയും അതേപോലെ തന്നെ മൊയ്സുദ്ദീനെ തോൽപ്പിച്ച് ആ ഏരിയ കൺട്രോൾ ചെയ്തു. അതല്ലേ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നത് അല്ലെ? നമ്മുടെ ക്ലാരിറ്റി അതാണ്. നമുക്ക് എന്ത് ചെയ്തു? പുള്ളി ആ സ്ഥലം കൂടി പിടിച്ചെടുത്ത് പുള്ളിനെ കൺട്രോൾ ആക്കി. അപ്പോൾ ഗ്രാജുവലി ഈ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം 4 വർഷക്കാലാണ് ഭരിച്ചിട്ടുള്ളത്. അതിന് ലാക്ക് ബക്ഷ് എന്നുള്ള പേരും കൂടി അറിയപ്പെടുന്നത്, അതായത് ഗിവർ ഓഫ് ലാക്സ് എന്നുള്ളത്, അതായത് ഒരു ലിബറൽ ഡൊണേഷൻ ഓഫ് മുസ്ലിം റൈറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള പേരിൽ ലാക്ക് ബക്ഷ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെ. ഇതൊരു ക്വസ്റ്റ്യൻ 1975 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലാക്ക് ബക്ഷ് ആൻഡ് ഖുറാഖ് ബക്ഷ് ആരുടെ പേരിലാണ് വരുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക് എന്നുള്ള പേരിൽ ഓർത്തിരുന്ന. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കോർട്ടിൽ 2 പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഹസൻ ഉൻ നിസാമി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫക്രുദ്ദീൻ, 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഹസൻ ഉൻ നിസാമി എന്ന് പറയുന്ന ആള് ശരിക്കും പറയുകയാണെങ്കിൽ മുഹമ്മദ് ഗോറിന്റെ കോർട്ടിലുള്ള ആളായിരുന്നു. അന്നത്തെ സമയത്ത് വാർ നടന്ന സമയത്ത് അദ്ദേഹം ഈ ഭാഗത്തേക്ക് വന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേരാണ് താജുൽ മസിർ എന്ന് പറയുന്ന ഒരു ബുക്ക്. താജുൽ മസിർ എന്ന് പറയുന്ന ബുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എഴുതുന്നത് ആ കാലഘട്ടത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റും അതേപോലെ തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയെ കുറിച്ചുള്ള ഒരു റൈറ്റിംഗുമാണ്. ഫക്രുദ്ദീനും ഈ പറഞ്ഞതുപോലെ തന്നെ താരിഖ് ഐ മുബാറക് ഷാ എന്ന് പറയുന്നത്. താരിഖ് ഐ മുബാറക് ഷാ എന്നുള്ള ഒരിക്കലും വിചാരിക്കരുത് കുത്തബുദ്ദീൻ ഐബക്ക് ആണെന്നുള്ളത്. ഇത് എഴുതുന്നത് മുഹമ്മദ് ഗോറിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ എക്സ്പാൻഷനും അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഏത് രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ് പുള്ളി അവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ബുക്കിൽ. ഈ 2 ആളുകളുടെ പേര് ചോദിക്കുന്ന സാധ്യത കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോ ചോദിക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന്, ഡൽഹി ഹിസ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ആണ്. അദ്ദേഹം എന്താണ് കൂത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് ഡൽഹിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ മോസ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ എന്താ പറയാ, കുത്തബ് മിനാറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു മോസ്ക് ഉണ്ട്, കൂത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് പോർഷൻ ഓഫ് ദാറ്റ് ഏരിയ. ഓക്കെ, അവിടെ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ആദയ് ദിൻക ചോപ്ര എന്ന് പറഞ്ഞ അജ്മീർ റീജിയൻ രാജസ്ഥാന്റെ ഭാഗത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു മോസ്ക് കൂടി കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കൺസ്ട്രക്ഷൻ അതായിരുന്നു. അദ്ദേഹം സ്ട്രിക്ട്ലി ഇസ്ലാമിസം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുത്തബുദ്ദീൻ ഐബക്ക് ആ കാലഘട്ടത്തിൽ ഒരു സൂഫി സൈഡിന്റെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേര് കുത്തബുദ്ദീൻ ബക്തിയാർക്കാക്കിയെന്ന് പറയും. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കൺസ്ട്രക്ഷൻ പണിയാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അവിടെ വലിയൊരു മിനാർ കൺസ്ട്രക്ട് ചെയ്യുന്ന ഉദ്ദേശം ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. കുത്തബ് മിനാർ എന്ന് ഭയങ്കര ഹൈറ്റ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഭയങ്കര ഹൈറ്റിലാണ് അത് പണിതിട്ടുള്ളത്. ലേറ്റസ്റ്റ് ജനറൽ താജ്മഹൽ അതിനേക്കാളും ഹൈറ്റിൽ പണിയുന്നത്. ഓക്കെ, അപ്പൊ കുത്തബ് മിനാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റിൽ അത് പണിയുന്നതനുസരിച്ചിട്ട് ഈ സൂഫി സൈന്റുകൾ അത്രയും ഉയരത്തിലാണെന്നുള്ള ടെൻഡൻസി കാണിക്കാൻ കൂടിയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയതെന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ കൺസ്ട്രക്ഷൻ. ബിക്കോസ് അവിടെ താമസിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പണ്ട് കാലത്തേക്ക് കുത്തബ് മിനാറിന്റെ മുകളിൽ കയറാമായിരുന്നു, ഇപ്പൊ ആള് കയറാൻ സാധിക്കില്ല. ബിക്കോസ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തബ് മിനാറിന്റെ മുകളിൽ ആൾക്കാർ ചാടി ആത്മഹത്യ എന്ന് പറയും. താഴത്ത് വീണ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് മുകളിലേക്കുള്ള ഈ പരിപാടികളൊക്കെ നിർത്തിക്കളഞ്ഞു. ഓക്കെ, അതൊരു കട്ട് ചെയ്ത് കളഞ്ഞു. മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് ലവ് ഹില്ലർ എന്ന ആൾക്കാർ മുകളിൽ കയറി താഴത്ത് ചാടും. ഇത് ഞാൻ പറഞ്ഞ റിപ്പോർട്ടല്ല, ഒരിക്കലും ഡൽഹി ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ടെൻഡൻസി വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ ഭാഗത്തേക്കുള്ള ഭാഗം ക്ലോസ് ചെയ്തു. ആൻഡ് മുകളിൽ അത്ര സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് കാണും. ഓക്കെ, അങ്ങനെ ഇദ്ദേഹമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഹോഴ്സ് റൈഡിങ്ങിലുള്ള ആളാണ്. ഹോഴ്സ് റൈഡിങ് പ്രത്യേകിച്ച് ഇദ്ദേഹം ഹോഴ്സ് റൈഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചൗകാൻ പോളോ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പോളോ ആണ്. ഹോഴ്സ് റൈഡിങ് ഉണ്ടാവുമല്ലോ, അതിൽ മത്സരമാണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ട മിലിറ്ററിയിലൊക്കെ ഉണ്ടാവാറുള്ള ഒരു മത്സരമാണ്. 1210 പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങിൽ വന്ന സമയത്ത് അദ്ദേഹം വീട് മരിച്ചു പോവാണ്. ഓക്കെ, ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുണ്ട്. അവിടെ പറയുന്നത് ഹോഴ്സ് റൈഡിങ് വരുന്ന സമയത്ത് 2 ഹോഴ്സുകൾ കൂട്ടിയടിച്ചാണ് പുള്ളി തല അടിച്ചാൽ മരിച്ചു പോകുന്നത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ 2 മക്കളാണുള്ളത്. ഒന്ന് ആരാം ഷായും അതേപോലെ തന്നെ കുത്തബ് ബീഗം എന്ന് പറയുന്ന ഒരു മകളുമാണുള്ളത്. ഓക്കെ, ആരാം ഷാ എന്ന് പറയുന്ന ആള് അത്യാവശ്യം ഇൻഎഫിഷ്യന്റ് ആണ്. അത്യാവശ്യം ഇൻഎഫിഷ്യന്റ് അല്ല, ഇൻഎഫിഷ്യന്റ് അങ്ങ് അറ്റാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. വലിയ കഴിവൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കുത്തബ് ബീഗം എന്ന് പറയുന്ന ആൾ അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഈ കുത്തബ് ബീഗത്തിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞ കുത്തബുദ്ദീൻ ഐബക്കിനാണെങ്കിലും ഒരു സ്ലേവിനെ എടുത്ത് വളർത്തുന്ന ടെൻഡൻസി എപ്പോഴും ഈ ഡൈനാസിയിൽ ഉണ്ട്. അതൊരു ഫാക്ട് ആണ്. ഓക്കെ, അവിടെ ഇൽബാരി ട്രൈബിലുള്ള ഒരാളെ എടുത്ത് വളർത്തുന്നുണ്ട്. അവരുടെ പേരാണ് ഇൽത്തുമിഷ് എന്ന് പറയും. ഇൽത്തുമിഷ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഒരു സ്ലേവ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മകളായിട്ടുള്ള കുത്തബ് ബീഗത്തിനെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു? ഇൽത്തുമിഷിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു, മരുമകനാക്കും. ഓക്കെ, അടുത്ത റൂളർ ഓട്ടോമാറ്റിക്കലി വരേണ്ടത് മകനായിട്ടുള്ള ആരാം ഷയാണ്. ഞാൻ പറഞ്ഞു ആരാം ഷാ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ടർക്കിഷ് ആമർസിന് ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല. അത്യാവശ്യം ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പുള്ളി.
ഓക്കെ, അപ്പൊ ടർക്കിഷ് ആമിറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ടർക്കിഷ് ചീഫ് ഓഫ് ഡൽഹി എന്ത് ചെയ്യുന്നു? ഗവർണർ ഓഫ് ബദയൂണിലെ ഗവർണർ ആയിട്ടുള്ള ഇൽത്തുമിഷിനെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ഇൽത്തുമിഷിനോട് ഭരണം ഏറ്റെടുക്കാൻ പറയുന്നു. കാരണം അത് ഭയങ്കരമായിട്ട് പ്രോബ്ലം വരുന്നു. പക്ഷേ ആരാംഷ സമ്മതിക്കുമോ? ആരാംഷ സമ്മതിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് ഒരു ബാറ്റിൽ വരുന്നു. ദാറ്റ് ബാറ്റിൽ ഇസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് സൂദ്. ഇത് ഓർത്തിരിക്കണം. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം CAPF. ബാറ്റിൽ ഓഫ് സൂദ് എന്ന് പറയും. ആ ഒരു ബാറ്റിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ബാറ്റിലായിരുന്നു ആരാംഷയ്ക്ക്. ആരാംഷയെ വധിക്കുന്നു. ഡൽഹി സുൽത്താനത്തിന്റെ ഭരണം ഇൽത്തുമിഷിന്റെ കയ്യിലേക്ക് വരുന്നു. ഇൽത്തുമിഷാണ് അതിനുശേഷം ഭരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ നിങ്ങൾ വിചാരിക്കും കുത്തബ്ബുദ്ദീൻ ഐബക്കിന് ശേഷം ഡയറക്ട്ലി ഇൽത്തുമിഷ് ആണെന്നുള്ളത്. അല്ല, ഇൻബിറ്റ്വീൻ ആയിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ആരാംഷ എന്ന് പറയുന്ന ഒരാൾ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. എനി ഡൗട്ട്? ഫൈൻ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൽത്തുമിഷ് ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്. നല്ലപോലെ തന്നെ ഉലേമാസിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന ആമിർസിനൊക്കെ ഫോളോ ചെയ്യുന്നു. ബിക്കോസ് എന്താണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ആമിർസ് ആണ് അദ്ദേഹത്തിനെ ഭരണത്തിലേക്ക് വരാൻ സപ്പോർട്ട് ചെയ്യുന്നത് പോലും. ഓക്കെ, അദ്ദേഹം ഭയങ്കരമായിട്ട് കപ്പാസിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം ഇൽബാരി ട്രൈബിലുള്ള ഒരു സ്ലേവ് ആയിരുന്നു. സ്ലേവ് ഡയനാസിൽ അടുത്ത ഗ്രൂപ്പിനാണ് ഇൽബാരി ട്രൈബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഐബക്ക് എന്ത് ചെയ്തു? ഈ പറയുന്നത് പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഐബക്കിന് അപ്പോയിന്റ് ചെയ്തത് ഇഖ്തദാർ ആയിട്ടാണ്. ഗോളിയാ റീജിയനിൽ ഇഖ്തദാർ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്. ഇഖ്തദാർ എന്ന് പറയുകയാണെങ്കിൽ ഞാനത് പറഞ്ഞത് ഇഖ്താ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞത് അവിടെ എത്തുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ലാഹോർ വരെയായിരുന്നു കുത്തബ്ബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അതും കൂടി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഭരണം കാഴ്ചവെച്ചിരുന്നത്. അതേ സമയം തന്നെ ഒരു ഗ്രൂപ്പ് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മംഗോൾസ് എന്ന് പറയും. മംഗോളിയൻ ലീഡർ ആയിട്ടുള്ള ചെങ്കിസ് ഖാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെങ്കിസ് ഖാനെ കുറിച്ചിട്ട്? ചെങ്കിസ് ഖാൻ അത്രയും യുദ്ധവീര്യം നിറഞ്ഞിട്ടുള്ള ഒരാളാണെന്നാ പറയാം. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും വെട്ടിപ്പിടിക്കും. ഓക്കെ, പണ്ട് ഒരു കഥ പറയാറുണ്ട്, 10-ൽ ഒരാൾ ചെങ്കിസ് ഖാന്റെ മകനാണെന്ന് വരെ പറയാറുണ്ട്. അത്രയും എന്താ പറയാ, ആ രീതിയിലായിരുന്നു അന്നത്തെ ഇത് വരുന്നത്. അപ്പം അത്രയും ഇതിലാണ് വരുന്നത് പുള്ളിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, capacity in sense also establishing kingdom, not at all that thing. Okay, area under directly ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മംഗോൾ റീജിയൻ, സൗത്ത് ഈസ്റ്റേൺ റീജിയൻ, ഈ ഭാഗങ്ങളൊക്കെ പുള്ളിന്റെ ഭാഗത്തോളിലേക്കാണ് വരുന്നത്. അപ്പൊ പുള്ളിക്ക് എന്താണ്? യുദ്ധത്തോടെ യുദ്ധമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഇഷ്യൂ വരുന്നു ആ സമയത്ത്. അതായത് മംഗോൾസിനിടയ്ക്ക് ഒരു ചീറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ജലാലുദ്ദീൻ ബഗ്ബാരണി എന്ന് പറയും. ഓക്കെ, ഇദ്ദേഹം ഓടി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഷാ ഓഫ് ഖവർസിന്റെ, അത് ഓർത്തിരിക്കേണ്ട ആവശ്യം, നിങ്ങൾ ആ കഥ ഓർത്തിരുന്നാൽ മതി. ഇൽത്തുമിഷിന്റെ അടുത്തേക്ക് ഓടിച്ചില്ലും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മംഗോൾസിന്റെ അടുത്ത്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മംഗോൾസ് ആരെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യും? ചെങ്കിസ് ഖാൻ ആരെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യും? ഡെഫിനറ്റ്ലി ഡൽഹി സുൽത്താൻ അറ്റാക്ക് ചെയ്യും. ഇവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ചതി എന്ന് പറയുന്ന സാധനം വെച്ച് പൊറിപ്പിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഡെഫിനറ്റ്ലി അറ്റാക്കിങ് വരും. പക്ഷെ എന്ത് സംഭവിക്കുന്നത്? ഇൽത്തുമിഷ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കും. ആ അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല, അസൈലം കൊടുക്കത്തില്ല, അദ്ദേഹത്തിന് തിരിച്ചയക്കും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അറ്റാക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മംഗോൾസ് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുന്നത്, ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ. ഓക്കെ, ഇറ്റ്സ് എ UPSC ക്വസ്റ്റ്യൻ. 3 തവണ ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. 2 തവണ അടുപ്പിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്, റിപ്പീറ്റിംഗ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കണം. എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വന്നു നമുക്ക് ലേറ്റർലി മനസ്സിലാവും. ഞാൻ ആ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ചോദിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ കഥ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇൽത്തുമിഷ് അല്ലേ, ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളാണല്ലോ. അദ്ദേഹം പല ഭാഗങ്ങളും ഈ പറയുന്ന പോലെ തന്നെ യുദ്ധത്തിലേക്ക്. ഡൗട്ട് ഉണ്ടോ മീനാക്ഷി? ചോദിച്ചോളൂ. മീനാക്ഷി ഡൗട്ട് ആണോ? എന്താണ്? ഓക്കെ, ഡൺ ഡൺ. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ഈ പറയുന്നത് പോലെ തന്നെ ബംഗാൾ ബീഹാർ റീജിയൻ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. ഗ്രാജുവലി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നു. കണ്ടോ? അതായത് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നു. ഈ ഒരു ഭാഗം കുത്തബ്ബുദ്ദീൻ ഐബക്കിന്റെ അവസാന കാലഘട്ടത്തിൽ തിരിച്ച് വീണ്ടും അവർ പിടിച്ചെടുത്തിരുന്നു. ഓക്കെ, അത് എന്ത് ചെയ്തു? വീണ്ടും ഇൽത്തുമിഷ് അനക്സ് ചെയ്തിട്ട് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ രജിപുത്തുകൾ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങുന്നു. റീസൺ എന്ന് പറയുന്നത് രത്തൻബോർ, ജാലോർ, അജ്മർ റീജിയനിലെ ഭാഗത്തുള്ള രജിപുത്തുകൾ. ഇവിടെ രജിപുത്തിന്റെ ഏരിയാസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഭാഗം അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഓക്കെ, ജാലോർ ഞാൻ പറഞ്ഞില്ല, രത്തൻബോർ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഭയങ്കരമായിട്ട് റിവോൾട്ട് വരും. ബിക്കോസ് ദേ ആർ ഹിന്ദു കിങ്ഡം.
ഇൽത്തുമിഷ് ഭയങ്കരമായിട്ട് ഇസ്ലാമിസം ഫോളോ ചെയ്യുന്ന ആളാണ്. ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവർ റിവോൾട്ട് ചെയ്യുന്നു. പക്ഷേ ഈ റിവോൾട്ടൊക്കെ ഇൽത്തുമിഷ് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു. അതേപോലെ തന്നെ രജപുത്താനെ ഇൽത്തുമിഷ് റീക്യാപ്ചർ ചെയ്യാൻ രത്തംബൂർ ക്യാപ്ചർ ചെയ്യുന്നു. അതേപോലെ പല സ്ഥലങ്ങളും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉദയ് സിംഗിനൊക്കെ പരാജയപ്പെടുത്തുന്നു. ഉദയ് സിംഗ് എന്ന് പറയുന്നത് മേവാർ റീജിയണിലെ ഒരാളാണ്. ഇവിടെയാണ് മേവാർ റീജിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു രാജാവാണ്, മഹാരാജ ഓഫ് മേവാർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെയും പരാജയപ്പെടുത്തിയിട്ട് ആ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളും പുള്ളി കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ അൺസക്സസ്ഫുൾ എന്ന് പറയുന്നത് പരമരാസ് ഓഫ് മാൾവ റീജിയനിലെ ഭാഗത്തുള്ള ആളോട് യുദ്ധം ചെയ്തപ്പോൾ പുള്ളിക്ക് പരാജയം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അറ്റാക്ക് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഓക്കെ, മംഗോൾസ് പോലുള്ള അറ്റാക്കുകൾ, അല്ലാതെ നിങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കില്ല. ഞാൻ ഈ പറയുന്ന ഭാഗം മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇൽത്തുമിഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈലി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ, ഇസ്ലാമിസം ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അബ്ബാസിദ് ഖലീഫ 1229 പുള്ളിക്ക് ലെറ്റർ ഓഫ് റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയെ സുൽത്താൻ ഓഫ് ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരിലും കൂടി ആ കാലത്ത് അറിയപ്പെടുന്നു. ബിക്കോസ് ഹിന്ദുസ്ഥാനിലെ സോവറിൻ അതോറിറ്റി അദ്ദേഹമാണ് എന്നുള്ള രീതിയിൽ എവിടുന്ന് വരുന്നു? അബ്ബാസിദ് ഖലീഫയുടെ അടുത്ത് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി എന്താണ് ഹീസ് കണക്റ്റഡ് വിത്ത് അബ്ബാസിദ് ഖലീഫ. ടർക്കിഷുമായിട്ട് കണക്ഷൻ വന്നു എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു. അറബിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ടർക്കിന്റെ കയ്യിലേക്ക് അത് പോയത് ഞാൻ പറഞ്ഞു നമുക്ക് അറിയില്ല, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർത്തിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ മക്കള് ശരിക്കും പറയുകയാണെങ്കിൽ ഇൽത്തുമിഷിന്റെ മക്കൾ അത്ര എഫിഷ്യന്റ് ഒന്നുമല്ല. അതിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡോട്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അവരുടെ പേരാണ് റസിയ സുൽത്താൻ എന്ന് പറയും. റസിയ സുൽത്താനാണ് സക്സസർ ആയിട്ട് അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സൂഫി സൈന്യകൾ ഉണ്ട്. അതിലൊരാളാണ് മിൻഹാജ് ഉസ്സിറാജ് എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. അദ്ദേഹം എഴുതിയുള്ള ഒരു ബുക്കാണ് തബാക്കത്ത് ഐ നസാരി എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക് വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, നമ്മൾ ഇപ്പൊ പറയുന്ന കഥകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻ ഫ്രം സീരീസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഈ ഭാഗമൊക്കെ. ഓക്കെ, സോ എന്തുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ ഇല്ലേ, ഇതൊക്കെ കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വേറെ ആരെ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മാലിക് കുത്തബുദ്ദീൻ ഹസൻ, താജുദ്ദീനെയും മിൻഹാജിനെയും മാത്രം നിങ്ങളോട് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ പാർഗൂട്ട് അത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഓർത്തിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കണ്ടംപററീസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നോർമൽ കേസിൽ കണ്ടംപററീസ് ഇവിടെ ചോദിക്കാറില്ല. കണ്ടംപററീസ് ചോദിക്കുന്ന ആളുകൾ അലാവുദ്ദീൻ ഖൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്, അതേപോലെ സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധിന്റെ കണ്ടംപററീസ് ഒക്കെ ചോദിക്കാം. പക്ഷെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന രണ്ടാൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കുത്തബ് മിനാർ കംപ്ലീറ്റ് ആക്കുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു കുത്തബ്ബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഹോഴ്സ് പോളിൽ അദ്ദേഹം വീണ് മരിക്കുന്നു. അത് ലാസ്റ്റ് ഫേസിലേക്ക് ഇറങ്ങി വീണ് മരിച്ചത്. ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ആക്കുന്നത് ഈ പറയുന്നത് പോലെ കുത്തബ് മിനാർ കംപ്ലീറ്റ് ആക്കുന്നത് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ അജ്മീറിൽ ഒരു മോസ്ക് പണിയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടർക്കിഷ് റൂളർ ടു ഇൻട്രൊഡ്യൂസ് അറബിക് കോയിനേജ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അറബിക് കോയിനേജ് ഇന്ത്യയിൽ ഇറക്കുന്നു. ഫസ്റ്റ് ടർക്കിഷ് റൂളർ. ദിസ് ഇസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സിൽവർ തങ്ക ആൻഡ് കോപ്പർ ചിത്താൽ. 2 ബേസിക് കോയിൻസ് ആണ് സുൽത്താനേറ്റ് പീരീഡിലെ. സ്റ്റാൻഡേർഡ് വെയിറ്റ് എന്ന് പറയുന്നത് 175 ഗ്രെയിൻസ് ആണ് വരുന്നത്. അതേപോലെ സിൽവർ തങ്ക റിമൈനിങ് ദി ബേസിക്സ് ഓഫ് ദി മോഡേൺ റുപ്പി. ദാറ്റ്സ് വൈ there is a possibility of question. These silver tanga will become laterly adopted by whom? Anyone? ആർക്കെങ്കിലും ഷേർഷാ സൂരി കേട്ടിട്ടുണ്ടോ? റുപ്പിയ. ഓക്കെ, അത് ലേറ്റർലി സ്റ്റേജിലേക്ക് അദ്ദേഹമാണ് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ അഡോപ്ഷന്റെ കപ്പാസിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വരുന്ന ആളുകളാണ് ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ പോലും. ഓക്കെ, പിന്നെ ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ടർക്കിഷ് നോബിൾ അത്രയും ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ടർക്കിഷ് നോബിൾസിന്റെ ഒരു ഗ്രൂപ്പിന് ആവശ്യമായിരുന്നു. ബിക്കോസ് അഡ്വൈസിന് വേണ്ടിയിട്ട്. അതിനാണ് ടർക്കിഷ് ഐ ചെഹൽഗാനി എന്നറിയപ്പെടുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള നോബിൾസിനെ, അതല്ലെങ്കിൽ മിലിറ്ററി ലീഡേഴ്സിനെ കൂടി ചേർന്നിട്ട് ചലീസ ഓർ കോക്ക് 40 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഓക്കെ, കാരണം ഈ സുൽത്താനെ എപ്പോഴും അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ചേർന്ന് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് ഉണ്ടാക്കിയിരുന്നത്. അത് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പോസിബിൾ ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. ഒരുപാട് ടെസ്റ്റ് സീരീസുകളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും UPSC ചോദിക്കാം. ബിക്കോസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ട് നിങ്ങളോട് ഇത് ചോദിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബിക്കോസ് യു ആർ എൻ അഡ്മിനിസ്ട്രേറ്റർ. നാളെ നിങ്ങളെ കാണുന്നത് UPSC IAS കാരനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകൾക്കാണോ UPSC കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിക്കാതെ പോകരുത്. അടുത്തൊരു സിസ്റ്റമാണ് ഇക്തദാരി സിസ്റ്റം എന്ന് പറയും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഇക്താസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ സാമന്ത സിസ്റ്റം പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ അസൈനിങ് ലാൻഡ് ഫോർ ദി സാലറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം, അതായത് എവറി ഇക്തദാസ് ആർ മെയിൻറ്റൈൻഡ് ബൈ ലോ ആൻഡ് ഓർഡർ ഓഫ് ദാറ്റ് ഇക്തദാർ. അതായത് ഒരു ഇക്തദാർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇക്തദാർ ഓർ ട്രാൻസ്ഫറബിൾ. ഒരാൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സാലറി റെഡ്യൂസ് ചെയ്തതിനു ശേഷം ബാക്കി എവിടേക്ക് അടയ്ക്കണം? ഈ പറയുന്ന പോലെ ഡൽഹി സൽത്തനത്തിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അതാണ് നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സാധാരണ മരണമായിരുന്നു. ഓക്കെ, അതിനുശേഷം ആര് വരുന്നു? റസിയ സുൽത്താന വരുന്നു. ഓക്കെ, റസിയ സുൽത്താന ഇസ് ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് ഫീമെയിൽ റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. റസിയ സുൽത്താന വരുന്നതിൽ ശരിക്കും പറഞ്ഞാൽ കോപ്പ് ഫോർട്ടിലെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അന്നത്തെ കാലഘട്ടത്തില് ഒരിക്കലും സ്ത്രീകൾ വരുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ രുദ്രമാദേവിയുടെ കഥ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നുണ്ടാവുക. കോപ്പ് ഫോർട്ടിൽ നോബിൾസ് ആണ് വരുന്നത്, അവർക്ക് ഈ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർ വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? റസിയയെ സക്സസർ ആക്കാതെ ക്വാസി ഓഫ് ഡൽഹി വാസിർ എന്ത് ചെയ്തു? റക്കുദ്ദീൻ ഫിറോസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ബ്രദർ ഓഫ് റസിയ സുൽത്താൻ, അതായത് നമ്മുടെ ഇൽത്തുമിഷിന്റെ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റൂളർ ആക്കാൻ പ്ലാൻ ചെയ്യുന്നു. റസിയയ്ക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് വരണം. ആമിർ ഓഫ് ഡൽഹിയുടെ സപ്പോർട്ടോട് കൂടി എന്ത് ചെയ്യുന്നു? എവിടേക്ക് എത്തുന്നു? ഡൽഹിയിൽ എത്തുന്നു, ഭരണം പിടിച്ചെടുക്കുന്നു. ഇത് മാത്രമല്ല റസിയ സുൽത്താന ചെയ്തത്, റസിയ സുൽത്താനയ്ക്ക് ഒരു സ്ലേവ് ഉണ്ടായിരുന്നു, ഒരു അബ്ബാസിനിയൻ സ്ലേവ് ആണ്, യാക്കൂത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ സൂപ്രണ്ട് ആയിട്ട് നിയമിക്കാണ് റോയൽ സ്റ്റേബിളിലെ. അത് ആർക്ക് ഇഷ്ടപ്പെടില്ല? ടർക്കിഷ് നോബിൾസിന് ഇഷ്ടപ്പെടുവോ? ബിക്കോസ് ഒരു സ്ലേവ്സിനെ അദ്ദേഹത്തിന്റെ ഈക്വൽ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ടർക്കിഷ് നോബിൾസിന് കോപ്പ് ഫോർട്ടിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. ഓക്കെ, ഒരിക്കലും വരില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് പറയില്ലേ, തമ്പ്രാനെന്ന് വിളിച്ച ഒരാളെ വീണ്ടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ഈക്വൽ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ നടക്കില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മഹാത്മാഗാന്ധി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. ആ സമയത്ത് മഹാത്മാഗാന്ധി പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റും ഇന്ത്യയും ഈക്വൽ സ്റ്റാറ്റസിൽ മാത്രമാണെങ്കിൽ ഡിസ്കഷൻ നടക്കുള്ളൂ എന്ന് പറയും. ഇത് ബ്രിട്ടീഷ് സമ്മതിക്കോ? ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ഈക്വൽ സ്റ്റാറ്റസിൽ അവർ അംഗീകരിക്കുകയില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം വരുന്നു. അതുകൂടെ തന്നെ എന്ത് സംഭവിക്കുന്നു? ഫീമെയിൽസ് അപ്പിയർ ആൻഡ് പർദ്ദ അതെന്ത് ചെയ്യുന്നു? ഡിസ്കാർഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഈ മുഖം മൂടിയും പർദ്ദയൊക്കെ അവർ റിമൂവ് ചെയ്യുന്നു. അതൊന്നും ആർക്ക് ഇഷ്ടപ്പെടില്ല? ടർക്കിഷ് നോബിൾസിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ടാവണം. ടർക്കിഷ് നോബിൾസിന് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല? റസിയ സുൽത്താനോട് താല്പര്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഏത് രീതിയിലും ഇതിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെന്റുകളാണ്, കഥകളാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നോൺ കൗണ്ടർ ഓഫ് നോൺ നൊബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ റസിയ സുൽത്താനെയും ഈ പറയുന്നത് പോലെ തന്നെ മെയിനായിട്ട് ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ മാലിക് ജമാലുദ്ദീൻ യാക്കൂദിനെ അപ്പോൾ ഇത് ആമിർ ഓഫ് ഐഖർ എന്ന് പറയുന്ന സൂപ്രണ്ട് ഓഫ് റോയൽ ഹൗസസ് ആണ്. ആ റോയൽ ഹൗസസിന് സൂപ്രണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നോബിൾസിനൊക്കെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? യാക്കൂബിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു പ്രോബ്ലം ആണ്. ഓക്കെ, അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പൊ റസിയ സുൽത്താൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇൽത്തുമിഷ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പൊപ്പറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുപോലെ വർക്ക് ചെയ്യാൻ ആരും റെഡിയല്ല, റസിയ സുൽത്താൻ റെഡിയല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അൽത്തൂണിയ എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ട്. ഓക്കെ, പത്തിരണ്ടയിലെ. ഓക്കെ, അവിടുത്തെ സിർഹന്ദിന്റെ ഭാഗത്തുള്ള ആളാണ്. അദ്ദേഹത്തിനെ വിളിച്ചു വരുന്നു. സീരിയസ് ആയിട്ടുള്ള റിബലിയൻ വരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ യുദ്ധത്തില് അൽത്തൂണിയ യാക്കൂബിനെ കൊല്ലുന്നു, മർഡർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവരെ പിടിച്ചു കൊണ്ടുപോകണം റസിയ സുൽത്താൻ, എന്നിട്ട് ജയിലിലിടും. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടർക്കിഷ് നോബിള് അടുത്തയാളെ ബഹ്റാം ഷായെ സൺ ഓഫ് ഇൽത്തുമിഷിനെ എന്ത് ചെയ്യുന്നു? റൂളിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവര് ലിറ്ററലി ബഹ്റാം ഷാ ഇസ് എ പൊപ്പറ്റ്, വേറെ ഒന്നുമില്ല. അതായത് എന്താണോ പറയുന്നത് അതുപോലെ. ഇത് ഓൾറെഡി ഇൽത്തുമിഷിന് അറിയാവുന്നത് കൊണ്ടാണ് ഇൽത്തുമിഷ് എന്ത് ചെയ്യാത്തത്? അദ്ദേഹത്തിന്റെ മകനായ രാജാവാക്കാതിരുന്നത് അല്ലെ? അതുകൊണ്ട് റസിയ അത്രയും കപ്പാസിറ്റി കാണിക്കുന്നതുകൊണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽത്തൂനിയനെ കയറിയിട്ട് റസിയ അങ്ങ് പ്രേമിക്കുന്നു. റസിയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. ഓക്കെ, പ്രേമിക്കുന്നു, അവർ തമ്മിൽ പ്രേമാവുന്നു, അവർ കല്യാണം കഴിക്കുന്നു. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് എവിടേക്ക് വരുന്നു? ഈ പറയുന്നത് പോലെ തന്നെ ബഹ്റാം ഷായെ പരാജയപ്പെടുത്താൻ വേണ്ടി ഡൽഹി തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും എങ്ങോട്ട് പോകുന്നു? ഡൽഹിയിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ തന്നെ ബഹ്റാം ഷാ വരുന്ന വഴിക്കല് ഈ പറയുന്ന റസിയ സുൽത്താനെ കൊല്ലുന്നു. അവിടെ ഭയങ്കരമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ആണ്. റസിയ സുൽത്താന്റെ മരണം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പല രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, പിന്നെ ബഹ്റാം ഷാ എന്നെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കോപ്പ് ഫോർട്ടിന്റെ കറക്റ്റ് ആയിട്ട് അവരുടെ രീതിയിലാണ് പോകുന്നത്. സ്ട്രഗിൾ ഓഫ് സുപ്രീമസി, അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറയാം. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? 2 വർഷത്തിന് ശേഷം ഇതിനെ കൊന്നിട്ട് ഈ പറയുന്ന ടർക്കിഷ് നോബിൾസിനെ അദ്ദേഹത്തിന് കൊല്ലുന്നു. അതിനുശേഷം അലാവുദ്ദീൻ മസൂദ് ഷാ എന്ന് പറയുന്ന ആളെ റൂളിലേക്ക് കൊണ്ടുവരികയാണ്, സൺ ഓഫ് റക്കുദ്ദീൻ ഫിറോസ് ഷാ. ഓർമ്മയുണ്ടോ ഇദ്ദേഹത്തിനെ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളില്ലേ, അതായത് റസിയ സുൽത്താനെ തൊട്ട് മുൻപ് നോബിൾസ് ആക്കിയിട്ടുള്ള ഒരാള്. ഓക്കെ, രാജാവാക്കിയ അദ്ദേഹത്തിന്റെ മകനാണ് എന്ത് ചെയ്യുന്നത്? റൂളിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കുറച്ചും കൂടി പൊപ്പറ്റായിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. വലുതായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. 4 വർഷക്കാലം പുള്ളിയുടെ ഭരണം വലിയ മെച്ചപ്പെട്ട ഭരണമൊന്നും ആയിരുന്നില്ല. അതിനുശേഷം നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യുന്നു? റൂളിലേക്ക് വരുന്നു. നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ഓഫ് ഇൽത്തുമിഷ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാലഘട്ടം മുതലാണ് ഒരാളുടെ പേര് മുമ്പിൽ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഗിയാസുദ്ദീൻ ബാൽബൺ, ഉലുഗ് ഖാൻ എന്ന് പറയും. ഓക്കെ, മെമ്പർ ഓഫ്
കോപ്പ് 40. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഈ കോപ്പ് 40ലേക്ക് വരുന്നത് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. ഇൽത്തുമിഷിന്റെ ഒരു സ്ലേവ് ആയിട്ടാണ് പുള്ളി ആ കോപ്പ് 40ലേക്ക് വരുന്നത്. പക്ഷേ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ കോപ്പ് 40ൽ പുള്ളിക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. ഇസ് എ ടർക്കിഷ്, ദാറ്റ്സ് വൈ ഹി ഹാസ് ദാറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ പുള്ളി കോപ്പ് 40ലെ ആളായിരുന്നു. എന്ത് ചെയ്യുന്നു, നസറുദ്ദീൻ മുഹമ്മദുമായിട്ട് എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നസറുദ്ദീൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ നായിബ് ഡെപ്യൂട്ടി റെജന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പുള്ളി എത്തുകയാണ്. ഭയങ്കര കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന നസറുദ്ദീൻ മുഹമ്മദ് എന്താണ്, ഈ പറയുന്ന ബാൽബന്റെ വാക്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ബാക്കിയുള്ള കോപ്പ് 40ലെ ടർക്ക് നോബിൾസിന് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബാൽബന്റെ മകളെ നസറുദ്ദീൻ മുഹമ്മദിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പ്രോബ്ലം തീർന്നു, അമ്മ അയച്ചനായി അല്ലെ, അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് എന്താണ് ഈ പറയുന്ന ടർക്കിഷ് നോബിൾസിന് വീണ്ടും അത് പ്രോബ്ലം വരുന്നു. കാരണം ബാൽബൺ എന്ത് ചെയ്യുന്നുണ്ട്, പല പല പൊസിഷൻസ് റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. ബാൽബൺ ഡിസിഷൻ എടുക്കാൻ തുടങ്ങുന്നു. ബാൽബൺ ഇവിടെ ചെയ്തൊരു മെത്തഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നസറുദ്ദീൻ മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, പല ഭാഗത്തുമായിട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി രാജാവിന്റെ സപ്പോർട്ട് ഗ്രാജുവലി കുറഞ്ഞു വന്നു. ഓക്കെ, ഒരു സ്റ്റേജത്തെ 1265 നസറുദ്ദീൻ മുഹമ്മദ് റൂമിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്ന സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ബാൽബൺ എന്താണ് പോയിസൺ ചെയ്ത് അദ്ദേഹത്തിന്റെ മാസ്റ്ററിനെ കൊന്നു എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനുശേഷം പുള്ളി കൺട്രോൾ ആയിടത്തേക്ക് വരുന്നു. ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന് പറയുന്ന ഉലുഗ് ഖാൻ എന്നുള്ള വിളിപ്പേരുള്ള അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക്. ഉലുഗ് ഖാൻ എന്നാണ് പേര്, ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന് അദ്ദേഹം സ്ഥാനപ്പേര് സ്വീകരിച്ചതാണ്. നായിബാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താണ് കോർട്ട് കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ. ആ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ടെൻഡൻസി പലപ്പോഴും വരുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും ഒരുമിച്ച് നിർത്തണം, ഇത് യുണൈറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലേക്കാണ് ബാൽബൺ. ബാൽബൺ അത് യുദ്ധത്തിലേക്കൊന്നും പോയില്ല. അദ്ദേഹം ഒരു ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിൽക്കാനാണ് പ്ലാൻ ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, ഇതൊന്ന് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് അദ്ദേഹം ആദ്യം ചെയ്തത്. ആദ്യത്തെ ത്രെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടർക്കിഷ് ഐ ചെഹൽഖാനി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പാണ്. ബിക്കോസ് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം ട്രസ്റ്റഡ് നോബിൾസ് ഈ പറയുന്ന 40 ആൾക്കാരുണ്ട് അല്ലെ. ഈ 40-ൽ നിന്ന് വന്ന ആളാണ് ഞാനാണ് ഭരണത്തിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് എന്നെ ചതിക്കാൻ മറ്റൊരുത്തൻ ആ ഗ്രൂപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് തടയിടണം. അതായിരുന്നു പുള്ളിന്റെ പ്ലാൻ. സുൽത്താൻ എന്ത് ചെയ്തു, സുൽത്താൻ ഇവരിൽ നിന്ന് ടോപ്പ് ആണെന്ന് അദ്ദേഹത്തിന് കാണിക്കണം. ആ മൊണാർക്കൽ ടെൻഡൻസി പുള്ളി കാണിക്കാൻ തുടങ്ങി ഈ പറയുന്ന കൊട്ടാരത്തിലൊക്കെ. അതിന്റെ ഭാഗമായിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ഒരു ടേം ആണ് സിൽ ഐ ഇലാഹി എന്ന് പറയുന്ന ടേം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ടേം, ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, സുൽത്താൻ വാസ് ഗോഡ് ഷാഡോസ് ഓൺ എർത്ത് ആൻഡ് റെസിപ്പിയന്റ് ഓഫ് ഡിവൈൻ ഗ്രേസസ്. സുൽത്താൻ എന്താണ് ദൈവത്തിന്റെ നിഴലായിട്ടാണ് വരുന്നത് എന്നുള്ള സിൽ ഐ ഇലാഹി എന്ന് പറയുന്ന ടേം അദ്ദേഹം കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ തന്നെ പുള്ളി കൊട്ടാരത്തിൽ മൊത്തം പുതിയ കസ്റ്റംസും കാര്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് കിസ്സിംഗ് ഓഫ് സുൽത്താൻ ഫീറ്റ് ഓൾസോ, സജിദ ആൻഡ് പൈബോസ് എന്ന് പറയും. അതായത് സജിദ ആൻഡ് പൈബോസ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സുൽത്താന്റെ കയ്യിൽ ഉമ്മ വെക്കുക, അതേപോലെ തന്നെ സുൽത്താനെ വണങ്ങിയിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ എന്താണ്, രാജാവ് മുകളിലാണ്, സുൽത്താൻ മുകളിലാണെന്നൊരു ടെൻഡൻസി വരും. സജിദ ആൻഡ് പൈബോസ് അത് മറന്നു പോരുന്നേ, അത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ പേർഷ്യൻ ഫെസ്റ്റിവൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നൗറോസ് ഫെസ്റ്റിവൽ. കേട്ടിട്ടുണ്ടോ ഈ ഫെസ്റ്റിവൽ നിങ്ങൾ ആരെങ്കിലും? യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് കൾച്ചറൽ വരുന്നതെന്നാണ് നൗറോസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, യുനെസ്കോ സൈറ്റ് ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറലാണ്. അപ്പൊ കൾച്ചറൽ ആസ്പെക്ടിലായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. ഓക്കെ, യുനെസ്കോ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, അദ്ദേഹം പവർ ഷെയർ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തത്, ഇന്ത്യൻ മുസ്ലിംസിന് ഒരിക്കലും ഒരു സുപ്പീരിയർ പവർ കൊടുത്തില്ല. അദ്ദേഹം റേസിസം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതേപോലെ കൊട്ടാരത്തിൽ സ്പൈ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ബാൽബൺ ഈ പറയുന്നത് പോലെ തന്നെ കോപ്പ് 40 എങ്ങനെയെങ്കിലും നിർത്തണം, കാരണം ഇഷ്യൂസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, മെമ്പേഴ്സ് ഓഫ് ഇൽത്തുമിഷ് ഫാമിലിനെ ആദ്യം തട്ടിക്കളയും കുറെ ആൾക്കാരെ. ഓക്കെ, അതേപോലെ തന്നെ ചെഹൽഖാനി ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ തമ്മിലുള്ള കല്യാണങ്ങൾ പുള്ളി നിരോധിക്കും. അതുകൂടാതെ പുള്ളി ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഈ പറയുന്ന അറ്റാക്കും കാര്യങ്ങളും നടത്തിയത് സ്റ്റോപ്പ് ചെയ്യും. യെസ്, ഇറാനിയൻ കൾച്ചറൽ റിസോഴ്സസ്. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 4 നോബിൾസിനെ പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തത് മാലിക് ബഗ്ബാക്ക് എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ബദ്വയിലെ ഗവർണർ, ബദ്വൻ ഗവർണർ എന്ന് പറയുന്നത് UP ഭാഗത്താണ്. ബദ്വൻ എന്ന് പറയുന്നത് UP-യിൽ എപ്പോഴും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കലി പുള്ളിനെ ചാട്ടവാറുകൊണ്ട് അടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സെർവൻസിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് അതേപോലെ പല ആളുകളെയും പുള്ളി ശിക്ഷിക്കുന്നുണ്ട്. ഷേർഖാൻ എന്ന് പറയുന്ന ആളെ ബത്തിനിടയിലെ പോയിസൺ ചെയ്ത് കൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ യാബദ് ഖാൻ എന്ന് പറയുന്ന ഔദിലെ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, പണിഷ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഒരാൾ കുടിച്ച് വന്നതിന്റെ പേരിൽ അദ്ദേഹം കൊല്ലുന്നു, അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് പണിഷ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ
ഫോഴ്സ്ഫുള്ളി പണിഷ് ചെയ്തിട്ട് അവിടെ സ്ഥാനം താഴെയാണെന്ന് ജനങ്ങൾക്കും കാണിച്ചു. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിലായിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക. അടുത്തത് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്തായിരിക്കാം? ഈ പറയുന്ന ടർക്കിഷ് ആയി ചെഹൽഗാൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അതായത് ഇൽത്തുമിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോപ്പ് 40 എന്ന് പറയുന്ന ടർക്കിഷ് ചെഹൽഗാൻ എന്ന് പറയുന്ന ഖലീസ എന്ന് പറയുന്ന സാധനം അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദിവാൻ ഐ ആർസ്. ഇസ് എ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. ദിവാൻ ഐ ആർസ്, ARZ ഓർത്തിരുന്നാൽ മതി. ദിവാൻ ഐ എന്നെല്ലാത്തിനും കൂടെ വരും. ARZ എന്ന് പറയുന്നത് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇത് വരുന്നത് ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലഘട്ടത്താണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അദ്ദേഹം ഇതേപോലെ തന്നെ എന്താണ് മേവാത്തീസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളെ, അതായത് ദീസ് എ ട്രൈബൽ ഗ്രൂപ്പ്, അവരെ പ്ലണ്ടറിംഗ് ആണ് മെയിൻ ആയിട്ട് ഔട്ട്സ്കോട്ട് ഓഫ് ഡൽഹിയിൽ അവരെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി പരാജയപ്പെടുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് ഒരു എൻറ്റയർ ഫോറസ്റ്റ് ഏരിയ അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടാണ് ഇവരെ പരാജയപ്പെടുന്നത്. ബിക്കോസ് ദേ ആർ കൈൻഡ് ഓഫ് എ മാവോയിസ്റ്റ് മെത്തേഡ് അവർ ഫോളോ ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുന്നു. റോബേഴ്സിന് എന്ത് ചെയ്യുന്നു? കൊന്നു കളയുന്നു. യാതൊരു ദാക്ഷിണ്യമില്ലാതെ പുള്ളിങ്ങ് കൊന്നു കളയുന്നു. എന്ത് ചെയ്യുന്നു? ബാൽബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ ആ ബാൽബന്റെ കാലഘട്ടത്തിലും മംഗോൾസിന്റെ ത്രെട്ട് ഒരുപാട് വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ബാൽബൺ തന്റെ മകനായിട്ടുള്ള മുഹമ്മദിനെ എന്ത് ചെയ്യുന്നു? പറഞ്ഞയക്കുന്നു. ആ യുദ്ധത്തില് മുഹമ്മദ് മരിക്കുകയാണ് ആ ബാറ്റില്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ സുൽത്താന് ഭയങ്കര ഒരു മോറൽ ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ആയിരുന്നു ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ ആ കാലഘട്ടത്തിൽ മംഗോൾ ത്രെട്ട് മാത്രമല്ല, ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ടുള്ള തെഹ്രിൽ ബെഗ് എന്ന് പറയുന്ന ആൾ യുദ്ധം ചെയ്യാണ് ഈ സുൽത്താനോട്. ഓക്കെ, ആ സമയത്ത് ബാൽബൺ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനെ തോൽപ്പിച്ചിട്ട് ബംഗാള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ബംഗാളിലെ ഗവർണർ ആയിട്ടുള്ള ബക്രാഖാൻ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യാണ്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സ്റ്റേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മംഗോൾ അറ്റാക്കിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രോബ്ലം വരും. ഓക്കെ, അദ്ദേഹത്തിന് ആ ഒരു മെന്റൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. മകൻ മരിച്ചതിൽ 1287 അദ്ദേഹം ഭരണത്തിൽ വന്നത് തന്നെ വയസ്സായിട്ടാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രോബ്ലം വരികയും അദ്ദേഹം മരിക്കുകയും ചെയ്യാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ക്വിക്കാബാദ് എന്ന് പറയുന്ന ഒരാളാണ് ഭരണത്തിലേക്ക് വരുന്നത്. ക്വിക്കാബാദ് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ജലാലുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന ഒരാള്. ഓക്കെ, അത് റിജന്റ് ആയിട്ടായിരുന്നു അദ്ദേഹം ഭരണത്തിലേക്ക് വന്നത്. ഈ ക്വിക്കാബാദിന് ശേഷം എല്ലാവരും ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ക്വിക്കാബാദ് ആണ് അവസാനത്തെ റൂളർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ തെറ്റാണത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 3 വർഷം ഭരിച്ചതിന് ശേഷം ഈ ക്വിക്കാബാദിന് ശേഷം വന്നിട്ടുള്ള ഒരാൾ കൂടി ഉണ്ട്, കൈമൂർ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇത് UPSC ആൻസറിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ അത് സ്പെസിഫിക്കലി പറയുന്നത്. ക്വിക്കാബാദും കൈമൂറും വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് റൂളർ കൈമൂറായിട്ട് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇസ് എ ലാസ്റ്റ് സ്ലേവ് സുൽത്താനായിട്ട് റൂളർ. അദ്ദേഹത്തിനെ കൊണ്ടുകൊണ്ട് ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുകയും ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ക്ലിയർ? സ്ലേവ് ഡൈനാസ്റ്റി ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞ സ്ലേവ് ഡൈനാസ്റ്റിയിൽ? ഓക്കെ, അതായത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടി വിചാരിക്കുന്നു. അതായത് ലാസ്റ്റ് വന്നിട്ടുള്ള ക്വിക്കാബാദിന്റെയും കൈമൂറിന്റെയും ആരായിരുന്നു? നമ്മുടെ റിജന്റ് ആയിരുന്നു ഈ പറയുന്ന ജലാലുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന ആള്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ കൈമൂറിനെ വധിച്ചുകൊണ്ട്, ഇൻഫാന്റ് ആണ്, വളരെ ചെറിയ ആളാണ്, വധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഖൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ